നമുക്ക് ആപ്പിൾ പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവയുടെ കൂടിയ വിലയാണ്. ഇന്ന് വരെ ആപ്പിളിന്റെ ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര വില. എന്തിനു പറയുന്നു, ആപ്പിളിന്റെ ഐഫോണിന്റെ ഒരു പൗച്ച് ഇറക്കി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് തന്നെ ഏകദേശം 8,000 പുറത്ത് രൂപയാണ്. അപ്പോൾ അങ്ങനെയാണ് ആപ്പിളിന്റെ ഓരോ പ്രോഡക്റ്റിന്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആപ്പിൾ ഇന്ത്യക്കാർക്ക് വേണ്ടി, എസ്പെഷ്യലി നമ്മളെ പോലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പുതിയ ലാപ്ടോപ്പ് പുറത്തിറക്കി. ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ വിളിക്കാം ആപ്പിളിന്റെ മറ്റ് പ്രോഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത്തരം ഒരു ലാപ്ടോപ്പ് ആപ്പിൾ പുറത്തിറക്കിയിരിക്കുന്നു, ആപ്പിൾ മാക്ബുക്ക് നിയോ എന്ന പേര്. ഈ നിയോ എന്ന് പറയുന്ന പേര് പൊതുവെ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത പ്രോഡക്റ്റുകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത്തരം ഒരു പേര് തന്നെ, ആ നിയോ എന്ന് പറയുന്ന വേർഡ് തന്നെ ആപ്പിളിന്റെ ഒരു പ്രോഡക്റ്റുമായിട്ട് ചേർത്ത് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഫോർ മണി എത്രത്തോളമാണ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാക്ബുക്ക് നിയോയുടെ കാര്യത്തെ പറ്റി കൂടുതൽ പറഞ്ഞാൽ, നമുക്കറിയാം നമുക്കൊരു ലാപ്ടോപ്പ് ഇപ്പോൾ വാങ്ങണമെങ്കിൽ സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും എന്തിനു പറയുന്നത് ഗാഡ്ജറ്റുകളുടെയൊക്കെ വിലകൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നിലവിൽ. എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു നല്ല ലാപ്ടോപ്പ് നല്ല ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് തന്നെ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 50,000-60,000 രൂപ പ്രൈസ് റേഞ്ച് ആകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ആപ്പിളിന്റെ മാക്ബുക്ക് വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാക്ബുക്ക് നിയോയുടെ പ്രത്യേകത. കൃത്യമായിട്ട് പറഞ്ഞാൽ 69,999 രൂപയ്ക്കാണ് മാക്ബുക്ക് നിയോ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ഐഡി ഒക്കെ കൊടുത്തുകൊണ്ട് വീണ്ടും 10,000 രൂപ കൂടെ കുറച്ചുകൊണ്ട് 59,999 രൂപയ്ക്ക് ഈ ഒരു മാക്ബുക്ക് നിയോ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇതുവരെ പുറത്തിറക്കിയ മാക്ബുക്ക് ലൈനപ്പിലെ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മാക്ബുക്ക് ആണ് ഈ ഒരു മാക്ബുക്ക് നിയോ. നമ്മൾ ഇവിടെ ആപ്പിളിന്റെ പ്രോഡക്റ്റുകൾ വീഡിയോ എഡിറ്റിംഗിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും മാക് മിനിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു മാക് മിനി വാങ്ങുന്നതിന്റെ തന്നെ പ്രധാന കാരണം വിലക്കുറവ് നോക്കിയാണ്. ഇപ്പോൾ നമുക്കൊരു മാക് മിനി ഒക്കെ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാക്ബുക്ക് നിയോയുടെ ഒരു പ്രൈസിങ് ഒരു 60,000 രൂപയ്ക്ക് ഒരു മാക് മിനി വാങ്ങും. നമ്മുടെ സ്വന്തമായിട്ട് മോണിറ്ററും കീബോർഡും മൗസും ഒക്കെ വേറെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ മാക് മിനി 60,000 രൂപ കൊടുത്ത് വാങ്ങി അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാക് മിനി ആദ്യമായിട്ട് ഒരാൾ വാങ്ങുകയാണെങ്കിൽ, ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ വാങ്ങുകയാണെങ്കിൽ അയാൾ വീണ്ടും ഒരു മോണിറ്ററിന് പൈസ സ്പെൻഡ് ചെയ്യണം, കീബോർഡിന് പൈസ സ്പെൻഡ് ചെയ്യണം, മൗസിന് പൈസ സ്പെൻഡ് ചെയ്യണം, എക്സ്റ്റേണൽ സ്പീക്കറിന് പൈസ സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇവിടെ മാക്ബുക്ക് നിയോയുടെ കേസിൽ നമ്മൾ ആ ഒരു മാക് മിനി വാങ്ങുന്ന ആ ഒരു 60,000 പ്രൈസ് അല്ലെങ്കിൽ ഒരു 70,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന ഒരു സെറ്റപ്പിലാണ് ലഭിക്കുന്നത്. ഡിസ്പ്ലേ വാങ്ങേണ്ട, കീബോർഡ് വാങ്ങേണ്ട, സ്പീക്കർ വാങ്ങേണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു മാക്ബുക്ക് നിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോയിലൂടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസറിനെ പറ്റി പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16 പ്രോ ഉണ്ടല്ലോ, ആ ഒരു ഐഫോൺ 16 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന A18 പ്രോ എന്ന് പറയുന്ന ചിപ്പാണ് ഇതിനകത്ത് പ്രോസസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നെറ്റ് ചുളിക്കേണ്ട കാര്യമില്ല. അതായത് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസർ എടുത്ത് ലാപ്ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഒരു ലാപ്ടോപ്പിൽ പോലും ഉപയോഗിക്കാവുന്ന ഒരു പ്രോസസർ ആണല്ലോ കഴിഞ്ഞ ഐഫോൺ 16 പ്രോയിൽ വരെ വെച്ചിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്കറിയാം നേരത്തെയുള്ള സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പുകൾ വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു A18 പ്രോ ചിപ്പ് എന്ന് പറയുന്നത് അത് അതേപടി എടുത്ത് വെച്ചിരിക്കുകയല്ല. അതിനെ ബിൻ ചെയ്ത് 5 കോർ GPU ഒക്കെ നൽകി ഒരു ലാപ്ടോപ്പിന് വേണ്ടി ഡിസൈൻ ചെയ്താണ് ഈ ഒരു A18 പ്രോ എന്ന ചിപ്സെറ്റ് ഈ ഒരു മാക്ബുക്ക് നിയോയിൽ ആപ്പിൾ വെച്ചിരിക്കുന്നത്. പവർഫുൾ ആണ്. പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിന്റെ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പിന്റെ പെർഫോമൻസിനനുസരിച്ച് ആവശ്യമുള്ള പവർഫുൾ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഐഫോൺ 17 പ്രോയിലും ഒക്കെ വരുന്ന പ്രോസസർ ഒരു ഫോണിനെ സംബന്ധിച്ച് എന്റെ യൂസ് കേസിൽ ഒരിക്കലും അത്രയും ഒരു പവർഫുൾ പ്രോസസർ ഒന്നും ഒരു ഫോണിൽ വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ ഈ പറഞ്ഞ ഭയങ്കര ഹെവി ടാസ്കുകൾക്കൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതിന് കുറച്ചും കൂടി ഒരു മീഡിയം പ്രോസസർ മതി എന്റെ യൂസ് കേസിന് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ലാപ്ടോപ്പിൽ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16 പ്രോയിൽ ഏറ്റവും ടോപ്പ് പ്രോസസറാണ് ഈ ഒരു ലാപ്ടോപ്പിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിന്റെ തന്നെ M1 ചിപ്പിന് ക്ലോസ് ആയിട്ട് വരും ഈ ഒരു A18 പ്രോ ചിപ്പിന്റെ പെർഫോമൻസ് എന്ന് വേണം കരുതാൻ. 8GB റാമും 256GB ഇന്റൽ സ്റ്റോറേജുമായിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള മെറ്റാലിക് ബോഡിയൊക്കെ ആയിട്ടാണ് ഈ ഒരു മാക്ബുക്ക് നിയോ എന്ന് പറയുന്ന ലാപ്ടോപ്പ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയുണ്ട്. ഇൻഡിഗോ, ബ്ലഷ്, സിട്രസ്, സിൽവർ എന്നീ 4 വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു മാക്ബുക്ക് നിയോ വരുന്നത്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്കെപ്പോഴും ഈ പറഞ്ഞ ഫ്ലൂറസെന്റ് കളറുകളാണ് കൂടുതൽ ഇഷ്ടം. സിട്രസ് എന്ന് പറയുന്ന കളറാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ വീഡിയോകളിലൊക്കെ കൂടുതൽ വരുന്നത് ഈ പറയുന്ന സിട്രസ് കളർ തന്നെയാണ്. മാക്ബുക്ക് നിയോയിലെ കീബോർഡിനെ പറ്റി പറഞ്ഞാൽ ഒരു ടിൻറ്റഡ് കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന മാക്ബുക്ക് നിയോയുടെ കളറിന് മാച്ച് ആവുന്ന തരത്തിൽ, ഒരു ലൈറ്റ് ആയിട്ട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ടിൻറ്റഡ് കീബോർഡാണ് ഈ മാക്ബുക്ക് നിയോയിൽ കൊടുക്കുന്നത്. ഈ ഒരു മാക്ബുക്ക് നിയോയിലെ പോർട്ടുകളെ പറ്റി പറഞ്ഞാൽ 2 നോൺ തണ്ടർബോൾട്ട് സി പോർട്ടുകളാണ്. ഓർക്കുക, തണ്ടർബോൾട്ട് പോർട്ട് അല്ല, 2 നോൺ തണ്ടർബോൾട്ട് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് അതിൽ USB 3യും ഒന്ന് USB 2 ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് എന്തായാലും ഈ ഒരു മാക്ബുക്ക് നിയോയിൽ വരുന്നുണ്ട്. അതുപോലെ സൈഡ് ഫേസിംഗ് ആയിട്ടുള്ള 2 സ്പീക്കറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 13 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ 500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വെബ് ക്യാം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം മാക്ബുക്ക് പ്രോയിലൊക്കെ ഈ പുതിയ വന്നിരുന്ന സീരീസിലൊക്കെ ഒരു നോച്ചിലാണ് വെബ് ക്യാമറയൊക്കെ കൊടുത്തിരുന്നത്. ഇവിടെ അങ്ങനെ നോച്ചൊന്നുമില്ല. നോച്ചിന് പകരമായിട്ട് ഒരു ഫിസിക്കൽ ബ്ലാക്ക് ബാർ തന്നെയുണ്ട്. ആ ഒരു ഭാഗത്താണ് ഈ ഒരു വെബ് ക്യാമറ കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. 16 മണിക്കൂറിന്റെ ബാറ്ററി ലൈഫാണ് ആപ്പിൾ ഈ ഒരു മാക്ബുക്ക് നിയോയിൽ അവകാശപ്പെടുന്നത്. 16 മണിക്കൂറുകൾ ലാപ്ടോപ്പിനെ സംബന്ധിച്ച് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ആപ്പിളിന്റെ ഇത്തരം ബാറ്ററി അവകാശവാദങ്ങൾ പലപ്പോഴും ശരിയാവും. നമ്മളിവിടെ ഒരു മാക്ബുക്ക് പ്രോ ഉപയോഗിക്കുന്നുണ്ട് M1 ചിപ്പിന്റെ, അതിന്റെയൊക്കെ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. അവർ പറയുന്നത് പോലുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ വില കുറയ്ക്കുന്നതിന് വേണ്ടി ചില കുറവുകളും ഈ ഒരു ലാപ്ടോപ്പിൽ ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ബേസ് വേരിയന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ, അതായത് 256 GB വേരിയന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് ടച്ച് ഐ ഡി ഇല്ല, പകരം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോക്ക് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 512 GB വേരിയന്റ് വാങ്ങിയാൽ മാത്രമേ ടച്ച് ഐ ഡി അതിലേക്ക് വരികയുള്ളൂ. ഇനി ഈ ഒരു മാക്ബുക്ക് നിയോ ആർക്കാണ് യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ ഏത് തരം ആളുകളെയാണ് ഇത് ഉന്നമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റുഡന്റ് ആണെങ്കിൽ, അതായത് ഒരുപാട് ഹെവി വർക്കുകളൊന്നും ചെയ്യാത്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാക്ബുക്ക് നിയോ സ്യൂട്ട് ആവും. അതുപോലെ തന്നെ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ ഈ പറഞ്ഞ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാക്ബുക്ക് നിയോ സ്യൂട്ട് ആവും. അതായത് ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ വർക്കുകൾ ഉണ്ടല്ലോ, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള ഹൈ എൻഡ് വർക്കുകൾ ചെയ്യാൻ ഈ ഒരു ലാപ്ടോപ്പ് ഒരിക്കലും സാധ്യമാകില്ല. നേരെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഓഫീസ് വർക്ക് പറയുന്ന വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലുള്ള ഇക്വലന്റ് ആയിട്ടുള്ള ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റും ഗൂഗിൾ ഡോക്യുമെന്റും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഉപയോഗിക്കാം. ഓഫീസ് വർക്കുകൾ, ഈ പറയുന്ന ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അറിയാലോ, ഒരു ഹെവി പർപ്പസിന് വേണ്ടി, ഭയങ്കര ഗെയിമിംഗ് ഒന്നും അല്ലാത്ത ഹെവി പർപ്പസ് ഉണ്ടല്ലോ, സാധാരണ കോമൺ മാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ വരുന്ന ഉപയോഗങ്ങളുണ്ടല്ലോ, അത്തരം ഉപയോഗങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് സാധ്യമാണ്. നമുക്കറിയാം ഗൂഗിൾ ക്രോം ബുക്ക് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് സീരീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് അതിനകത്ത് ഈ പറയുന്ന വിൻഡോസോ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല, അവരുടെ തന്നെ ഗൂഗിൾ ക്രോം ആണ് അതിനകത്ത് ബേസ് ചെയ്തത്. നമ്മൾ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ എടുത്തിട്ടാണ് ഒരു ഇന്റർനെറ്റ് യൂസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വളരെ വിലക്കുറവിൽ ക്രോം ബുക്ക് ഗൂഗിൾ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ക്രോം ബുക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ മുകളിൽ നിൽക്കും ഈ ഒരു മാക്ബുക്ക് നിയോയുടെ ഉപയോഗം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു മാക്ബുക്ക് നിയോയിൽ ആപ്പിൾ വരുത്തിയിട്ടുള്ള ചില കുറവുകൾ എന്ന് പറയുന്നത്, ഇതിന്റെ കീബോർഡ് ബാക്ക്ലിറ്റ് കീബോർഡ് അല്ല, അതുപോലെ തന്നെ ഇതിന്റെ ട്രാക്ക് പാഡ് നോൺ ഹാപ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക് പാഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജർ എന്ന് പറയുന്നത് ഒരു സ്ലോ ചാർജറാണ്, 20 വാട്ടിന്റെ ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 നോൺ തണ്ടർബോൾട്ട് സി പോർട്ടേ ഉള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയാം, അത് വലിയൊരു കുറവല്ല. അതുപോലെ തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു മാക്ബുക്ക് നിയോ എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിന്റെ കുറവ്. എന്ത് തന്നെയായാലും ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾക്ക് ആപ്പിളിന്റെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു മാക്ബുക്ക് നിയോ കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഇക്കോ സിസ്റ്റം നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നമ്മുടെ ആപ്പിൾ ഐഫോണിൽ നിന്ന് ഫയലുകൾ ഈ പറയുന്ന മാക്ബുക്ക് നിയോയിലേക്കുള്ള ട്രാൻസ്ഫർ, എയർ ഡ്രോപ്പ് ചെയ്യാനും തിരിച്ചും ഒക്കെയുള്ള ആ ഒരു യൂസ് കേസ് അടിപൊളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലരും ഈ പറയുന്ന ആപ്പിളിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ കൊതിക്കുന്നവരുണ്ട്, പക്ഷേ ഈ പറഞ്ഞ അവരുടെ ഉയർന്ന വിലയാണ് ഇന്ന് വരെ പല ആപ്പിൾ പ്രോഡക്റ്റുകളിൽ നിന്നും നമ്മളെ പോലുള്ളവരെ മാറ്റി നിർത്തിയിരുന്നതെങ്കിൽ ഈ ഒരു മാക്ബുക്ക് നിയോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണ്. ഈ പറയുന്ന 60,000 രൂപ അല്ലെങ്കിൽ 70,000 രൂപ എന്ന് പറയുന്നത് ഒരുപാട് ചീപ്പല്ല, എന്നിരുന്നാലും ആപ്പിളിന്റെ മറ്റ് പ്രോഡക്റ്റുകളുമായിട്ട് മാക്ബുക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരും. സാധാരണ വിൻഡോസ് ലാപ്ടോപ്പുകളുടെ എൻട്രി ലെവൽ ലാപ്ടോപ്പുകളുടെ പ്രൈസിംഗ് ഒക്കെ ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്ബുക്ക് നിയോയെ കുറിച്ച് എന്ത് തോന്നുന്നു വീഡിയോ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.